വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രം അല്ലേ, വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്നൊരു ഗ്രന്ഥമുണ്ട് ഗോൾഡൻ ചൈൽഡിന്. ഒന്ന് വായിക്കാൻ, എവിടെയെങ്കിലും ഒന്ന് വായിക്കാൻ. ആസിദത്തിന്റെ പ്രാചീന ഇന്ത്യയെ കുറിച്ചുള്ള പഠനങ്ങൾ, ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. എന്തൊക്കെ പഠിക്കാൻ, എന്തൊക്കെ വായിക്കാൻ, എത്ര നല്ല വായനകൾ. ട്രെയിനിലിരുന്ന് കൊഞ്ചി പാട്ടും പാടി മടിയിലേക്ക് പേനെടുത്ത്. ആരാ? ഭാര്യ ഭർത്താക്കന്മാരാ? അല്ല കുട്ടികളെ, അല്ല അല്ല. മക്കളെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേദനിക്കേണ്ടി വരും രക്ഷിതാക്കളെ, വേദനിക്കേണ്ടി വരും. തേട്ടി വരെ എനിക്ക് ഇന്ന് രാവിലെയൊക്കെ ഞാൻ പലപ്പോഴും ചിലപ്പം വിചാരിച്ചു അതിമോഹമായിരിക്കാം, നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമല്ലോ. പക്ഷേ നിയമത്തെ നടത്തേണ്ട ഒരു നിയമപാലകനായിരുന്നു ഞാനെങ്കിൽ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്നവനായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ സമർപ്പിച്ചേനെ ഈ നാടിനു വേണ്ടി. എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട് നമുക്കൊക്കെ, എന്തെന്ത് ദൗത്യങ്ങൾ, എന്തെന്ത് ഉത്തരവാദിത്തങ്ങൾ. ആർക്കും അവരോടൊന്നുമില്ല, ഒരു വിഷമവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല, ഒരു തോന്നിയാസം കണ്ടിട്ട് അലിയാത്ത മനസ്സുകൾ. ഇവിടെ ആകെ നടക്കണം എന്നറിയോ? എനിക്കൊക്കെ ഉള്ള അനുഭവ. തോന്നിയാസിനെ പ്രതികരിച്ചാൽ പിന്നെ എന്നെ കൊല്ലാനുള്ള മെനക്കെടല, എന്നെ മൂലക്കാക്കാൻ, കൂടുള്ളവരും അല്ലാത്തവരും ഒക്കെ. പിന്നെ എതിർക്കാനുള്ള നട്ടലില്ല, എതിർത്തോനെ പിന്താങ്ങാനുള്ള സന്മനസ്സില്ല. എങ്കിൽ ഉപദ്രവിക്കരുത് എന്നെല്ലാരോടും. അങ്ങനെ അവിടെ നടക്കുന്നത് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രവാചകൻ, ഞാൻ അവിടെ നിന്ന് നോക്കൂ. മുഹമ്മദ് നബി ചരിത്രത്തിൽ ജീവിച്ച ഒരു മഹാപ്രവാചകൻ, ഒരു ഇതിഹാസ കഥാപാത്രമല്ല അദ്ദേഹം, അല്ല, ഒരിക്കലുമല്ല. ഒരു നാട്ടിൽ ജനിച്ചു എന്ന് ചരിത്രം കൊണ്ട് ഉറപ്പിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ. അങ്ങനെ ഉറപ്പിച്ച് ലോകത്തിന് മാതൃക കാണിച്ച ഒരു പ്രവാചകൻ. അദ്ദേഹം ജനിച്ചു വളർന്ന നാട്, ആ നാടിന്റെ പരിതാവസ്ഥ, ചുറ്റുപാടുകൾ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംപ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയാണ്, ആ നാട് ഇരുണ്ട യുഗത്തിലായിരുന്നു, ഏറ്റവും മ്ലേച്ഛമായ ഒരു നാട്, കോളനിവൽക്കരണത്തിന് വിധേയമാകാത്തൊരു നാട്. മുഹമ്മദ് നബി വരുമ്പോ ഇരുണ്ട യുഗത്തിലായിരുന്നു ആ നാട്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി ജനിക്കുമ്പോ വാപ്പല്ല, ബാപ്പ മരിച്ചുപോയി. ഉമ്മ ഗർഭിണിയായിരിക്കെ. ഉമ്മ പിന്നെ 6-ാമത്തെ വയസ്സിൽ മരിച്ചു. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. 8-ാമത്തെ വയസ്സിൽ പിതൃവ്യൻ മരിച്ചു. അങ്ങനെ തികഞ്ഞ അനാഥനായിട്ടാണ് ആ പ്രവാചകൻ വളർന്നത്. അനാഥനായി വളരുമ്പോ സ്വാഭാവികമായി ഉമ്മല്ല, വാപ്പല്ല, വല്യാപ്പയില്ല, ചോദിക്കാനും പറയാനും ആളില്ല. സ്വാഭാവികമാണ് കേടുവരിക. ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ പ്രവാചകൻ അതൊന്നും ആയില്ല, ഒരു തെറ്റും ചെയ്തില്ല. ലോകത്തിലെ ഏറ്റവും പരിശുദ്ധനായ മനുഷ്യനായി ആ പ്രവാചകൻ അവിടെ ജീവിച്ചു. എങ്ങനെ സാധിച്ചു? അവിടെ ഒട്ടകം മുങ്ങിപ്പോകാൻ മാത്രം കള്ളിന്റെ ചഷകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പ്രവാചകൻ ഒരു തുള്ളി കുടിച്ചില്ല. ഒരു പെഗ് കമ്പനിക്ക് വിളിച്ചതുപോലും ആരും ആ പ്രവാചകനെ. അത്ഭുതമാണത്. വ്യഭിചരിച്ചില്ല, ഒരു പെണ്ണിനെ കിടക്കന്നിട്ട് നോക്കിയില്ല, ഒരു പെണ്ണിനെ മാടി വിളിച്ചില്ല. മാടി വിളിക്കേണ്ട പ്രവാചകൻ ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ, പിരികമെന്ന് ചലിച്ചാൽ ഓടി വരും സുന്ദരികൾ, തരുണീമണികൾ, മാതളമാരണമുള്ള പെണ്ണുങ്ങൾ. ആ കാലഘട്ടത്തിൽ ക്ഷണിച്ചില്ല പ്രവാചകൻ, ക്ഷണിച്ചില്ല. ആ പ്രവാചകൻ ഒരു ചിന്മക്കും കൂട്ടുനിന്നില്ല. കല്ലും മുള്ളും മുരടും മൂർഖൻ ബാബും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ചാരങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും ദേവീദേവന്മാരും മലക്കുകളും ജിന്നുകളും എല്ലാം ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ലോകഘടന. അവിടെയാണ് പ്രവാചകൻ ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചത്. ആ പ്രവാചകൻ 40 വയസ്സ് വരെ അങ്ങനെ ജീവിച്ചു, അല്ലമീനായി, വിശ്വസ്തനായി. 40-ാമത്തെ വയസ്സിൽ ഒരു വേദഗ്രന്ഥം കിട്ടി. ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു തരാം. ഒരു ഗ്രാമപഞ്ചായത്ത്, നോക്ക്, മടായി ഗ്രാമപഞ്ചായത്തിന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളും ഈ മാടായി ഗ്രാമപഞ്ചായത്ത് ഒരു കാലഘട്ടം. അത് നിങ്ങൾ ശരിക്കും ആലോചിക്കുക. ഈ മാടായി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ, അതിലൊരു മഹാവ്യക്തി, അയാള് ഭരിച്ച കാലഘട്ടമാണ് മാടായി ഗ്രാമപഞ്ചായത്ത് ലോക ചരിത്രത്തിൽ ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചത്. നിങ്ങൾ സങ്കല്പിച്ചോ. അവിടെ തിന്മകളില്ല, ആരും തമ്മിൽ തല്ലില്ല, വർഗീയതയില്ല, കലാപമില്ല, മനുഷ്യരൊക്കെ നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് മാടായി ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ലോകം മാടായി ഗ്രാമപഞ്ചായത്തിലേക്ക് വരും. എന്തിന്? ഏതുപോലെ? കോഴിക്കോട് ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് കേട്ട് പല നാടുകളിൽ നിന്നും ആളുകൾ കോഴിക്കോട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പറ്റി പഠിക്കാൻ വന്നു. കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആളുകൾ വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, സുരേഷ് ഗോപി പങ്കെടുത്ത ഓട്ടോറിക്ഷക്കാരുടെ ഒരു വലിയ പ്രോഗ്രാം കോഴിക്കോട്. ആ പ്രോഗ്രാമിന്റെ പത്രം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഓർമ്മകളിൽ ഒന്ന് ഇതാണ്. ഏത്? പല നാടുകളിൽ നിന്നും കോഴിക്കോട് ഓട്ടോറിക്ഷക്കാരെ പറ്റി പഠിക്കാൻ. എന്താ? മീറ്ററിൽ എന്താണോ അതേ വാങ്ങിക്കുള്ളൂ. ഒരിക്കലും അവർ അക്രമം കാണിക്കില്ല. ഇപ്പൊ കുറെയൊക്കെ മാറി തുടങ്ങി. ലോകത്തിന്റെ തിന്മകളൊക്കെ പലർക്കും വരാൻ തുടങ്ങി.
പല നാടുകളിലും. എറണാകുളത്തും ആലപ്പുഴയൊക്കെ പോയ 1 സെന്റ് ഭൂമി വിറ്റതിന്റെ കൈ ആയിട്ട് പോയാൽ മതി. ഓട്ടോ ഡ്രൈവർമാരെടുത്ത് ഒരു തൊള്ളയിൽ വരുന്ന സംഖ്യ കൊടുക്കണം, കൊടുത്തില്ല അടിയ. അങ്ങനെ പല സ്ഥലത്തും. ക്ഷമിക്കണം, ഞാൻ ആ നാട്ടിൽ പോയി പറഞ്ഞ എനിക്ക് ചീത്തയും കിട്ടിയിട്ടുണ്ട്, അടിയും കിട്ടിയിട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാർ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനിയും അങ്ങനെ തന്നെ. തിന്മ ചെയ്യുന്നവരാരായാലും ഓനെ ജാതി മതം വർഗം, ഓൻ സ്റ്റേജിലിരിക്കുന്ന പ്രസിഡന്റാണ് പ്രസിഡന്റ്, സെക്രട്ടറിയാണ് സെക്രട്ടറി, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ. അപ്പോ തിന്മ ചെയ്യരുത് എവിടെയും. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനൊരു പഞ്ചായത്ത് ഏറ്റവും നല്ല വികസനത്തിന്റെ പുരോഗതിയുടെ ഐക്യത്തിന്റെ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഫേമസ് ആവുമോ? ആ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യദർശി പ്രസിദ്ധനാവുമോ? മീഡിയകളിൽ അയാൾ നിറഞ്ഞു നിൽക്കും, ലോകത്തെ അയാൾ നിറഞ്ഞു നിൽക്കും. അയാളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കും, അയാൾക്ക് വേണ്ടി നന്മ നേരും. ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, അയാൾക്ക് ഇങ്ങനെയൊക്കെ ഈ നാട് നന്നാക്കാൻ കഴിഞ്ഞത് ഒരു വേദഗ്രന്ഥത്തിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലോ? അങ്ങനെയും കൂടെ കരുതിക്കോളൂ. എങ്കിൽ അയാൾക്കാണോ ഫേമസ്? ആ വേദഗ്രന്ഥത്തിനാണോ? ആണോ? എങ്കിൽ അങ്ങനെ ഒരു വേദഗ്രന്ഥം ഇവിടെ കഴിഞ്ഞുപോയി. അതാണ് വിശുദ്ധ ഖുർആൻ. വെറുമ്പാക്കല്ല, പഠിക്കാനേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ, വായിക്കാനേ പറയുന്നുള്ളൂ. ഓം അസ്ബുമാ സദ്ഗമയ തമസുമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ അതിന്റെ അർത്ഥം? ഓം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് തെറ്റിദ്ധാരണ. ഒരു ചുവന്ന പെയിന്റും അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത ഓം എന്നൊക്കെ കണ്ട എടാ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടല്ലടാ എന്തോന്നു, ഒന്നും വിചാരിക്കണ്ട. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. മനസ്സിലായോ? സംസ്കൃത നിഘണ്ടു, വിശ്വവിജ്ഞാന കോശം, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, ന്യൂ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, ഇതൊക്കെ പരിശോധിച്ചാൽ കാണാം. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്ന് പറഞ്ഞാൽ, ദൈവമേ അസത്യത്തിൽ നിന്ന് നീ എന്നെ സത്യത്തിലേക്ക് എത്തിക്കണേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കണേ. മനസ്സിലായോ? അതുകൊണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ളൊരു യാത്രയാണ് ഇവിടെ. അവിടെയാണ് നമ്മൾ വേദഗ്രന്ഥവും വേദഗ്രന്ഥത്തിന്റെ അനുയായികളെയും പഠിക്കുന്നത്. മുഹമ്മദ് നബി മക്കയിൽ വന്നു, എല്ലാ തിന്മകളും ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ 23 കൊല്ലം കൊണ്ട്, അതാ പോയിന്റ്, ഇതെങ്ങനെ സാധിച്ചു? ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം സ്ഥാപിച്ചുകൊണ്ടാണ് ആ പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ ഉമറിനെ പോലുള്ളവർ ഭരിക്കണമെന്ന് മഹാത്മാഗാന്ധി വെറുതെ പറഞ്ഞ അല്ല, അത് പറയാനൊരു കാരണമുണ്ട്. മഹാത്മാഗാന്ധി പഠിച്ചു ഭരണാധികാരികളെ കുറിച്ച്. അതിൽ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. കാരണം എന്നെയും അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിൽ നമുക്ക് അത്ഭുതം തോന്നും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരാൾ യാചിക്കുകയാണ്, അങ്ങടിയിൽ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉമറിന്റെ ചാട്ടവാർ ഇങ്ങനെ പൊക്കിയിട്ട് അയാൾ ഒന്ന് പെടക്കാൻ ചാട്ടവാർ ഇങ്ങനെ ഓങ്ങി. ഉമറാ ധീരനാ, തന്റേടിയായിരുന്നു, കിട്ടുകിട്ടാമറക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കേട്ട ആ നാട്. അങ്ങനത്തെ ഒരു ആൺകുട്ടി. തിന്മയിൽ അങ്ങനെയായിരുന്നു, നന്മയിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തിയ അദ്ദേഹം. കാരണം സ്ട്രോങ്, തിന്മ സ്ട്രോങ് ആയോ നന്മയിൽ സ്ട്രോങ് ആവും. അങ്ങനെ ലോകത്തിന്റെ ഒരു പഠനം. അപ്പൊ എന്റെ അനുഭവത്തിൽ പല കൊട്ടേഷൻ പാർട്ടികളും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അവർ കൊട്ടേഷൻ പാർട്ടി ആയിരുന്ന കാലത്ത് അധർമ്മത്തിന് തീവ്രവാദികളായിരുന്നെങ്കിൽ ഇപ്പോൾ ധർമ്മത്തിന് അവർ കരുത്തരാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാട്ടവാർ എടുത്തൊന്ന് പടക്കാൻ ഓങ്ങിയപ്പോ അയാൾ പറഞ്ഞു, അരേത് അമീറുൽ മുഅ്മിനീൻ, ഞാൻ മുസ്ലിം അല്ല, ഞാൻ ജൂതനാണ്. ഉമർ ബിൻ ഖത്താബ്, ആഹാ അങ്ങനെയാ, എന്നാ ആയിക്കോന്നാ? അല്ല അല്ല, അതാണ് യാചന പാപമാണ്. അത് ഏതിലും പാവാണ്. അത് ക്രിസ്ത്യാനിയായ പാപം അല്ലാണ്ടാവൂല. വ്യഭിചാരം ഇസ്ലാം പാവ, ഹിന്ദു മതത്തിൽ അനുവദനീയ അല്ല, അവിടെയും പാവ. അല്ലേ അല്ലേ അല്ലേ? അതെ, പാപം എല്ലായിടത്തും പാവ. പിന്നെ വ്യത്യസ്ത മതം എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? കള്ളുകുടി, ഹിന്ദു കള്ളുകുടി, ക്രിസ്ത്യൻ കള്ളുകുടി, മാപ്പിള കള്ളുകുടി, അങ്ങനെ 3 തരം കുടി ഉണ്ടോ? കുടിയൊക്കെ കുടിച്ചോനൊക്കെ ദാറ്റ്സ് ഓൾ. ഉണ്ണികൃഷ്ണന്റെ ഹാർട്ട് പെർഫെക്റ്റ്, ഭാസ്കർ നായർ ഹാർട്ട് വളരെ ദുർബലം. കള്ളുണ്ടങ്ങനെ ആര് കള്ളുടിച്ചാലും സീറോസിസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, ക്ഷയരോഗങ്ങളൊക്കെ ഉണ്ടാവും, ഗണിക്കാൻ കഴിയാത്ത അവസ്ഥ വരും, കലാസായി പോകും. യാതൊരു സംശയവും വേണ്ട. ആർക്കും മദ്യത്തിന് ഈ നിരീശ്വരവാദിയല്ലേ, അപ്പൊ എന്റെ ഹാർട്ട് വളരെ ഉഷാറായിരിക്കും, എന്റെ കള്ളുകുടി ഉണ്ട് എന്ന് ആൽക്കോൾ വിചാരിക്കൂല. മനസ്സിലായോ? അപ്പൊ കള്ളുകുടി തന്നെ ഒറ്റ തിന്മ, ആര് ചെയ്താലും തിന്മ. അത് ബാലൻ ചെയ്താലും സുരേന്ദ്രൻ ചെയ്താലും ബഷീർ ചെയ്താലും അബ്ദുൽ ഖാദർ ചെയ്താലും ആര് ചെയ്താലും തിന്മ തിന്മ. അങ്ങനെ കാണാൻ കഴിയുമോ നമുക്ക്? RSS തെറ്റെയ്ത തെറ്റാന്ന് പറയാൻ ലാൽകൃഷ്ണ അദ്വാനിക്ക് നട്ടിലുണ്ടാകുമോ? സാധിക്കുമോ? മായുധനി തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു കാലം വരുമോ? അങ്ങനെ ഒരു കാലം വരട്ടെ. അങ്ങനെ വന്നിരുന്നു, നിലനിന്നിരുന്നു.
ഇന്നും നിലക്കണ സ്ഥലമുണ്ട്. അത് കാണാനുള്ള കണ്ണുണ്ടായാൽ മതി. ഞാൻ പറയുന്നത് ഉമറിന്റെ ചാട്ടവാർ ഓങ്ങി. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ജൂതനാണ്. അപ്പൊ ഉമർ പറയാണ്, ഈ ജൂതനായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല, ഞാൻ അവിടെ ഭരിക്കണേ. ഞാൻ ഭരിക്കുന്ന നാട്ടിൽ ഉപജീവനത്തിന് വേണ്ടി ഒരുത്തന് യാചിക്കേണ്ടി വരെ. എടോ, അത് നിന്റെ കുറവല്ല, എന്റെ പോരായ്മയാ. അതുകൊണ്ട് മേലിൽ നീ യാചിക്കരുത്. നിന്റെ വീട്ടിൽ പോയിക്കോ, നിനക്ക് മാസത്തിലെ ചെലവിന് അത് കൃത്യത്തിന് അവിടെ എത്തും. അതാ ഭരണാധികാരി. ഒരു വീട്ടിൽ കയറി ചെന്നു, കുട്ടികൾ പട്ടിണിയാണ്. ആ ഉമ്മ ഒരു മൺകുടത്തിൽ ഒരു തവിയിട്ട് കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, പച്ചവെള്ളം ഒന്നുമില്ല. മക്കള് കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിപ്പോയി. ഉമർ ഇബ്നു ഖത്താബ് ഓടുകയാണ് ഗോഡൌണിലേക്ക്. സ്വന്തം ഷോൾഡറിൽ 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ചക്രവർത്തി, ആ പ്രവാചകൻ അനുയായി ഉമർ ഇബ്നു ഖത്താബ് സ്വന്തം ഷോൾഡറിൽ മാവ് ചുമന്നു കൊണ്ടുവന്ന് ഈ ഉമ്മാക്കട് കൊടുത്തിട്ട് അത് പരത്തി ചുട്ടവർ തിന്നുന്നവരെ ഒരു ഭൃത്യനെ പോലെ ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന ഖലീഫ ഉമർ. ആ ഖലീഫ ഉമറിന്റെ ഭരണാണ് ഇന്ത്യയിൽ വേണ്ടതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. ഇത് വെറുതെ ഉണ്ടായതല്ല. ഖലീഫ ഉമർ ഉണ്ടായതെങ്ങനെ? ഖലീഫ ഉമറിനെ സൃഷ്ടിച്ചത് ഇസ്ലാമാണ്. അപ്പൊ ഇസ്ലാം എന്താ? വാട്ട് ഈസ് ഇസ്ലാം? വാട്ട് ഈസ് ഇസ്ലാം? ഏകദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്നത് വഴി മനുഷ്യൻ നേടിയെടുക്കുന്ന സംതൃപ്തി എന്തോ അതാണ് മതം. മനുഷ്യ ജീവിതത്തിന് സമാധാനം ഉണ്ടാവുക, സുരക്ഷ ഉണ്ടാവുക, അതാണ് മതം. അവിടെയാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഇസ്ലാം പ്രവാചകന്റെ കാലം, അത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് പറയാം. മുഹമ്മദ് നബി ആദ്യ നാട്ടിൽ വന്നു, പ്രവാചകനായി. അദ്ദേഹം ജനങ്ങളോട് എന്താ പറഞ്ഞത്? അദ്ദേഹം ജനങ്ങളോട് എന്താ പറഞ്ഞത്? ആദ്യമായി ദൈവത്തെ പരിചയപ്പെടുത്തി. ദൈവത്തെ ശരിക്ക് പഠിപ്പിച്ചാലേ മനുഷ്യൻ നന്നാവും. ദൈവത്തെ പഠിപ്പിച്ചില്ലേ നന്നാവൂല. ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്, മുഹമ്മദ് നബി മക്കയിൽ വന്നിട്ട് മദ്യപിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ, വ്യഭിചരിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഈ നാട് നന്നാകുമായിരുന്നില്ല. ഈ നാട് നന്നാവൂല. ആയിഷ ബീവിയുടെ വാക്കാൻ. പിന്നെ എന്താ ഉണ്ടായത്? ജമാഅത്തെ ഇസ്ലാമി, സോളിഡാരിറ്റി, അതുപോലെ NDF തുടങ്ങിയ എല്ലാവരും ആ ഏത് മുസ്ലിങ്ങളായാലും നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാൻ, കുറ്റപ്പെടുത്തല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാൻ. ആയിഷ ബീവി പറഞ്ഞ ഈ ഒരു വാക്ക് ഞങ്ങൾ മുകളിലേക്ക് എടുത്തു, മുജാഹിദുകൾ. അത് ഞങ്ങളെ മറ്റുള്ള പ്രസ്ഥാനത്ത് നിന്ന് വ്യതിരിക്തമാക്കി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് പറയുന്ന പടച്ചോനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ശരിക്കും വിശ്വസിക്കുക, ശിർക്ക് ചെയ്യാതെ, ബഹുദൈവത്വമില്ലാതെ. കാരണം ദൈവത്തെ ശരിക്കും ഉൾക്കൊണ്ടാലേ ഒരാൾ തിന്മേന്ന് മാറും. എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറയാം. മുഴുകുടിയനായി ജീവിച്ച ഒരാള്, എന്റെ ഒരു ഹൈന്ദവ സഹോദരൻ, അവൻ ഇസ്ലാം സ്വീകരിച്ചു. അന്നും അവൻ ഭക്തനാണ്, ക്ഷേത്രത്തിൽ പോവും, പക്ഷേ അവൻ മദ്യപിക്കും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതോടുകൂടെ മദ്യപാനം നിർത്തി, പലിശ നിർത്തി, തിന്മകൾ നിർത്തി. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളിൽ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഖബറാരാധന നടത്തുന്നവരുണ്ട്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാധാരണഗതി ചൊല്ലും. പക്ഷെ മുജാഹിദാകുന്നതിനോട് കൂടിയോ ഓൻ പലിശ നിർത്തും, മദ്യപിച്ച അത് നിർത്തും, എല്ലാം നിർത്തും. എന്തേ കാരണം? ഏക ദൈവത്തെ ശരിക്കും ഉൾക്കൊള്ളുന്നതിനോട് കൂടിയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? നിന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവ്, അവനെ കാണാനുണ്ട് നിനക്ക്. അവന്റെ സന്നിധാനത്ത് നീ വരും, അവിടെ നിന്റെ ജീവിതം വിലയിരുത്തും. അവിടെ നിനക്കൊരു വിചാരണയുണ്ട്. നീ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങൾക്ക് നിനക്ക് ശിക്ഷയുണ്ട്, നീ ചെയ്ത നന്മകൾക്ക് നിനക്ക് ഇവിടെ പ്രതിഫലമുണ്ട്. ആരണമണിത്തൂക്കം നന്മ ചെയ്തുവോ ആ നന്മ അവന് ലഭിക്കുന്നതാണ്. ആരണമണിത്തൂക്കം തിന്മ ചെയ്തുവോ അതും ദൈവസന്നിധിയിൽ പരിഗണനീയമാണ്. ഈ വാചകം മനുഷ്യനെ നന്നാക്കി. ആയിഷ ബീവി പറയാണ്, 13 കൊല്ലം മക്കയിലെ ത്യാഗപൂർണമായ ജീവിതത്തിൽ ദൈവത്തെ ശരിക്കും ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഇത് ഇസ്ലാമിനെ ഇതര ദർശനങ്ങളിൽ വ്യതിരിക്തമാക്കി. അപ്പൊ ഇസ്ലാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിംബാരാധനയില്ല. ഇല്ല. എന്നാൽ ഇസ്ലാമിക സമൂഹത്തോട് ബിംബാരാധകരെ നശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബിംബത്തെ തകർക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, താലിബാൻ ഉണ്ടായില്ലേ? അതെന്താ സംഭവം എന്ന് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. ഒരു ഉദാഹരണം, ഞാനിപ്പോ ഇന്നലെ എനിക്ക് അനുഭവിച്ച, ഞാൻ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ ഹൈന്ദവ കുടുംബത്തിലെ ഒരു ടീമാണ് ആ വീട്ടിൽ. ഞാൻ മെനയാന്നുണ്ടായവരാണ്, ഞാനും എൻ്റെ സുഹൃത്തും ആ വീട്ടിൽ. അതിനോട് ചേർന്ന് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ കയറി.
ഞാനവിടെ 4.5 കൊല്ലം ജീവിച്ച കാലത്ത് അവിടെ ഒരു ഫോട്ടോ ഇല്ല, ഒരു ദൈവത്തിന്റെ ഫോട്ടോ ഇല്ല, നിലവിളക്കില്ല, മെഴുകുതിരികളില്ല, ഒന്നുമില്ല. അതൊന്നും പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടൊരു മതത്തിന്റെ അനുയായിയാണ് ഞാൻ. പക്ഷെ ഞാൻ വിട്ട വീട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഗണപതിയുടെ ഒരു ഫോട്ടോ ആണ് ആദ്യമുള്ളത്. എനിക്ക് പറയാൻ പറ്റുമോ ഇതിന്റെ വീടായിരുന്നു, ഇവിടുന്ന് പാടില്ല? ഞാൻ അവിടെ കൂടുന്ന കാലത്ത് എന്റെ വിശ്വാസം അനുസരിച്ചാണ് ആ വീടുണ്ടാകുക. ഇപ്പൊ അവിടെ ഹൈന്ദവരാണ്, അവരുടെ വിശ്വാസം അനുസരിച്ച് എനിക്ക് എതിർക്കാൻ പറ്റുമോ? പാടുണ്ടോ? വളരെ ക്ലിയർ, വളരെ ക്ലിയർ. എന്നാൽ ആ വിശ്വാസം ശരിയാണോ? അതല്ല. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തു. ഞാൻ ഇനിയും പറയും, അതെന്റെ ബാധ്യതയാണ്. ഈ വിശ്വാസം ശരിയല്ല. അത് മുസ്ലിം ആണെങ്കിലും വലിയൊരു ആചാര കട്ടൗട്ട് ഫോട്ടോ വെച്ചു. പാണക്കാട് തങ്ങളുടെ ഫോട്ടം കാണാം, സമദാന്റെ കാണാം. മുസ്ലിം റഹ്മത്തുള്ള ഖാസിമിനാണ്. ഇസ്ലാം അനുവദിച്ചിട്ടില്ല കേട്ടോ, ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഞാൻ എല്ലാ പ്രസ്ഥാനക്കാരോടും പറയാൻ, പ്രാസംഗികന്റെ ഫോട്ടോ വെച്ച് കേസെടുക്കാൻ പാടില്ല, ഇസ്ലാം പാടില്ല. ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ഇസ്ലാം അതിലൊന്നും ജാട കാണിച്ചിട്ടില്ല. ഇസ്ലാം ആ ജാതി തരികിടകളിലൊന്നല്ല ഇസ്ലാം ഉള്ളത്. അല്ല, സൗന്ദര്യത്തിന്റെയും സുന്ദരിമതയുടെയും അടിസ്ഥാനത്തിലൊന്നല്ല മൂല്യങ്ങളെ വിലയിരുത്തി. മനുഷ്യന്റെ ഉള്ളിലുറങ്ങുന്ന ഒരു ആറ്റം ബോംബിനേക്കാൾ വലിയ ഒരു ശക്തിയുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു വാചകം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ആറ്റം ബോംബിനേക്കാൾ പവർഫുൾ ആയ ഒരു സംഭവം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് സടകുടഞ്ഞ് എഴുന്നേറ്റാൽ അവന് പലതും അതാണ് ആത്മാവ്. ആശ്ചര്യമോ വന്യശ്രണതോ, വേദഗ്രന്ഥം പറയാൻ, ഗീത പറയാൻ, ആത്മാവ് ഒരു ആശ്ചര്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, 32-ാം അധ്യായം 9-ാമത്തെ വചന. ദൈവത്തിൽ നിന്നൊരാത്മാവ് മനുഷ്യനിലേക്ക്, അത് നന്നായണ്ടല്ലോ, അത് ലോകം നന്നായി. അതിനൊറ്റ വഴിയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അലാ فإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയമാണ്. കണ്ടോ? ആ ഹൃദയം നന്നാകൽ ഏകദൈവാരാധനയിലൂടെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് പഠിപ്പിച്ചു ഏകനായ ദൈവത്തെ ആരാധിക്കാൻ. വളരെ കണിശമായി ഞാൻ നിങ്ങളോട് സമയത്തിന്റെ കുറവുകൊണ്ട് പറയട്ടെ. കല്ല്, മുള്ള്, മുരട്, മൂർഖൻപാമ്പ്, കാഞ്ഞിരക്കുറ്റി, ആൽത്തറകൾ, മക്ബറകൾ, ജാറങ്ങൾ, പുണ്യപുഷ്പങ്ങൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, മലക്കുകൾ, ജിന്നുകൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ദേവിമാർ, ബീവിമാർ, ഇവരൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ, ഇവരോടൊന്നും പ്രാർത്ഥിച്ചുകൂടാ, ഇവരോടൊന്നും വിളിച്ചു തേടിക്കൂടാ. പ്രാർത്ഥിക്കേണ്ടത് സൃഷ്ടാവിനോടാണ്, ലോകത്തിന്റെ നാഥനോടാണ്. അവിടെയാവണം മനുഷ്യന്റെ മനസ്സ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ രക്ഷപ്പെടും. അതായത് ഏകദൈവാരാധന കൊണ്ട് കിട്ടുന്ന ഒരു മെച്ചം എന്നറിയോ? ഒന്നിനെയും പേടിക്കേണ്ടതൊരവസ്ഥയിലേക്ക് അവൻ വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനല്ലാതെ ഓനൊരു പടപ്പിനെയും പേടിക്കൂല. ഒരാളെയും ഒരു കാരണവശാലും ഓന് പേടിക്കേണ്ടി വരില്ല. ഓൻ നെഞ്ചൂക്കോടെ ജീവിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം മുഹമ്മദ് നബി, ആ പ്രവാചകൻ, ഒരു കുട്ടിയെ, മഹാനായ ഇബ്നു അബ്ബാസിനെ അല്ലെങ്കിൽ മുആദ് ഇബ്നു ജബലിനെ, രണ്ടാലൊരാളെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കുട്ടി, നീ അല്ലാഹുവിനെ സൂക്ഷിക്കും, അവനെ ഭയപ്പെട്, എങ്കിൽ റബ്ബ് നിന്നെ സംരക്ഷിക്കും. തീർന്നില്ല, നീ ചോദിക്കുകയാണെങ്കിൽ ദൈവത്തോട് ചോദിക്കും, ദൈവം നിനക്ക് നൽകും. എന്നിട്ട് ഒരു വാചകം കൂടി പഠിപ്പിച്ചു കൊടുത്തു. അതെന്താ? ആ ഒരു വാചകം ഇതാണ്. ആ വാചകം എന്താണെന്ന് ചോദിച്ചാൽ, മോനെ, എല്ലാരും ഓർക്കണം, യുവാക്കളെ, ഇന്നത്തെ ലോകത്ത് നമ്മളൊക്കെ ഓർക്കേണ്ട വാചകം, മോനെ, ലോകം മുഴുവനും നിന്നെ കൊല്ലാനൊരുങ്ങി, നിന്നെ നശിപ്പിക്കാനൊരുങ്ങി ലോകം മുഴുവനെ ഇറങ്ങി പുറപ്പെട്ടു. ദാ നിന്റെ പടച്ചോൻ നിനക്കൊന്നും വരരുത് എന്നതാ തീരുമാനിച്ചെങ്കിൽ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ AK-47 വെച്ചിട്ട് നിന്റെ മുമ്പിൽ നിന്നെ കശക്കിക്കളയാന്ന് വിചാരിച്ചാൽ നടക്കില്ല മോനെ എന്ന് പഠിപ്പിച്ച നിർഭയത്വത്തിന്റെ മതം, അതാ ഇസ്ലാം. ഇത് ലോകർ മുഴുവനും നിന്നെ നശിപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടാൽ, പടച്ചോൻ അത് വിധിച്ചിട്ടില്ലെങ്കിൽ നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് ഹൃദയത്തിലേന്തിയ ഒരുത്തന് ഭയപ്പാടുണ്ടാവും, വിഷമുണ്ടാവും, ദുഃഖം. രണ്ടാമത്തെ അടുത്ത് കേടുള്ളൂ, മോനെ, ഇനി ലോകം മുഴുവനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു, ലോകത്തുള്ള മുഴുവൻ ആളുകളും നിന്നെ സംരക്ഷിച്ചു, നിനക്കൊരാപത്ത് വരാൻ ദൈവം തീരുമാനിച്ചാൽ റാഞ്ചി എടുത്തു കളയും, നിന്നെ തടുക്കാൻ കഴിയില്ലൊരാക്കും. അതാ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായത്, അതാ രാജീവ് ഗാന്ധിക്ക് ഉണ്ടായത്, അതാ അന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പട്ടാളവും പോലീസും സ്വന്തത്തുണ്ടോ?
ഫിനിഷ്. പടച്ചോൻ തീരുമാനിച്ച. എനിക്കൊരു അനുഭവം ഉണ്ടായി, എന്നെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നു അനുഭവം. ഞാൻ കോഴിക്കോട് പട്ടണത്തിലേക്ക് മലപ്പുറം കോട്ടക്കലിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇങ്ങനെ വരികയാണ്. എനിക്ക് കണ്ണിന് ചില സമയത്ത് കാഴ്ച മങ്ങിപ്പോവും. അങ്ങനെ കോഴിക്കോട് നിങ്ങൾക്കറിയാം, കടവ് റിസോർട്ടിന്റെ അടുത്ത് വലിയൊരു ഗട്ടർ ഉണ്ട്. ആ ഭാഗത്തൊക്കെ ഇങ്ങനെ താന്ന് കിടക്കുന്ന ഒരു ഭാഗം. അവിടെ എത്തിയപ്പോ എൻ്റെ കണ്ണിൽ ഇരുട്ട് ബാധിച്ച് അവിടുത്തെ കൈവരികൾ ഇടിച്ചു നിരത്തി 6 മലക്കം പറഞ്ഞ് കാറ് ആ ഗട്ടറിലേക്ക് തെറിച്ചു പോകും. അതിങ്ങനെ അതിൻ്റെ മുൻഭാഗം നിലത്ത് ഇടിച്ചിട്ട് അമർന്ന് അവിടെ നിന്നു. അത് അമർന്ന് താഴെ വന്ന ആ സ്പോട്ടിൽ സൗദി നിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഞാനത് എടുത്തു. നിങ്ങൾ ചിന്തിക്കണം, ഹലോ ഞാനിപ്പോ ഗട്ടറിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക അറിഞ്ഞേ. അത് കഴിഞ്ഞ് ആ ഡോറ് മെല്ലെ തള്ളി തുറന്ന് ഞാൻ പുറത്തിറങ്ങി. എനിക്ക് തന്നെ അത്ഭുതമായി, ഞാൻ തന്നെയാണോ? വല്ല അത്ഭുതവും ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു പോറൽ പോലും ഏൽക്കാതെ 100 കണക്കിന് വാഹനങ്ങൾ ഹൈവേയിൽ ബ്ലോക്കായി നിൽക്കുകയാണ്, ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. കാരണം റോട്ടിൽ കിടന്ന് 4 ടയറടക്കം പിന്നെ എന്താ പറയാ, അതിങ്ങനെ കുത്തിക്കീറിയതുപോലെ ആയിപ്പോയിരുന്നു. എന്ത് സംഭവിച്ചു എന്ന് ഇന്നും എനിക്കറിയില്ല. ആ കൈവരികളൊക്കെ ഇടിച്ചു നിരത്തി 6 തവണ മറഞ്ഞ് ഗട്ടറിൽ പോയിട്ട് ഒരു രോമത്തിന് പോറേൽക്കാതെ ഒരു നഖം കൊണ്ട് മാന്തി അടയാളമില്ലാതെ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഞാനൊരു വചനമോർത്തു. എന്താ? അതിനെ തൊട്ടു മുമ്പ് ഞാൻ അസർ നിസ്കരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത് വലാ റാദ്ദ ലിമാ ഖളൈത് വലാ യൻഫഉ ദൽ ജദ്ദി മിൽ അൽ ജദ്. അതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? അല്ലാഹ് തടഞ്ഞത് നൽകാൻ ലോകത്തിനൊക്കെ കഴിയില്ല, അല്ലാഹ് നൽകിയത് തടയാൻ ലോകത്തിനൊക്കെ കഴിയില്ല, അവൻ വിധിച്ചതിനെ റദ്ദ് ചെയ്യാൻ ലോകത്തിനൊക്കെ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്തുണ്ടായി? ആ കാറ് നന്നാക്കാൻ പോലും കഴിഞ്ഞില്ല, മാർക്കറ്റ് തൂക്കി വിറ്റു. അവിടെയാണ് ദൈവവിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ, ലോകത്താര് വിചാരിച്ചാലും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ 51 വെട്ടുവെട്ടിയോ എങ്കിൽ അത് പടച്ചോന്റെ തീരുമാനമാണ്. അത് ചെയ്തവർ കുറ്റവാളികളാണ്, യാതൊരു സംശയവുമില്ല. അതിന്റെ ശിക്ഷ അവർക്കുണ്ട്. പക്ഷെ പടച്ചോനൊരു തീരുമാനം ഉണ്ടാവും, ലോകത്ത് ചിലത് നടക്കണം, അത് നടക്കും, ആർക്കും തീർക്കാനാവില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏതേത് കാര്യങ്ങളിലും പടച്ചവന്റെ ഒരു തീരുമാനമുണ്ടാവും. അതോടൊപ്പം നമുക്ക് തീരുമാനമെടുക്കാനുള്ള മേഖല തന്നിട്ടുണ്ട്. ആ മേഖല നമ്മൾ തിരഞ്ഞെടുത്താൽ നന്മയായാൽ പ്രതിഫലം, തിന്മയായാൽ ശിക്ഷ. ഇത് വളരെ ക്ലിയറാണ്. ഈ റൂട്ട്, മതത്തിന്റെ ഈ റൂട്ട് വളരെ ക്ലിയറാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഈ ഒരു ശരീരം തന്നില്ലേ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒരു കൊച്ചു കുഞ്ഞിന്റെ വരവ് ഗർഭപാത്രത്തിൽ നിന്ന്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നു, ഒന്നും അറിയാത്തവരായി, അല്ലേ? ഒന്നും അറിയാത്തവരായി മാതാവിന്റെ ഗർഭപാത്രം. എങ്ങനെയത്? തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളി, അതാ മനുഷ്യൻ. എന്ത്? അറപ്പും വെറുപ്പും വഴുപ്പും തോന്നുന്ന 2 മില്ലി ലിറ്റർ ഇന്ദ്രിയം. ഒരു പുരുഷനിൽ നിന്ന് ശ്രവിക്കപ്പെടുന്ന 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ 200 കോടി ബീജഗണമുണ്ട്. എത്ര? 200 കോടി ബീജഗണങ്ങൾ. 200 കോടി ബീജഗണങ്ങളിൽ നിന്നാണ് ലക്ഷണമൊത്തൊരു ബീജം അണ്ഡവുമായി കൂടിച്ചേർന്ന് സൈക്കോട്ടായി തീരുന്നത്, അല്ലേ? സുമ്മ ഖലഖന നുത്ഫത അലക ഫഖലഖന അലഖത മുദ്അ ഫഖലഖന മുദ്അത ഇലാമ ഫകസൗന ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. വല്ലാത്തൊരു വാക്ക് നോക്ക്. ആ ഇന്ദ്രിയ തുള്ളി ഒരു രക്തപിണ്ഡമായി മാറി, ആ രക്തപിണ്ഡം മാംസപിണ്ഡമായി മാറി, ആ മാംസപിണ്ഡം അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്തു, ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ് ഒരു നല്ല സെറ്റിയായി. നോക്ക്, എംബ്രിയോളജി പഠിച്ചിട്ടില്ലാത്ത പ്രവാചക ചക്രവർത്തിയിലൂടെ വിശുദ്ധ ഖുർആന്റെ 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനം നിങ്ങൾ വായിക്കണം. അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്. എന്നിട്ട് ഈ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനില്ലേ, ആ പടച്ച തമ്പുരാനെ തിരിച്ചറിയലാണ് മതത്തിന്റെ കാതലായ വശം. ഇസ്ലാമിന്റെ പ്രഖ്യാപനം നോക്കൂ, ലാ ഇലാഹ, ആർക്കും ഇതിനല്ല, ഒരാരാധ്യനും ഇല്ല ഇല്ലല്ലാഹ്, അല്ലയല്ലാതെ. കണ്ടോ? ഞങ്ങൾ ഒരു ബിംബത്തെയും ആരാധിക്കില്ല, ഞങ്ങൾ ഒരു കബറാളിയെയും ആരാധിക്കില്ല, ഞങ്ങൾ ഒരു മലക്കിനെയും ആരാധിക്കില്ല, ഞങ്ങൾ ഒരു ജിന്നിനെയും ആരാധിക്കില്ല. മനുഷ്യൻ എത്ര ഉന്നതനായാലും ഞങ്ങൾ അവരാരെയും ആരാധിക്കില്ല. കാരണം
ഇവരെയെല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാനെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് നന്നായി പഠിക്കാൻ ശ്രമിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മത സമ്മേളനത്തിൽ പങ്കെടുത്തു. 3 പ്രബല മതങ്ങളുടെ നേതാക്കന്മാർ സമ്മേളിച്ച കായംകുളം സമ്മേളനത്തിൽ. ആ സമ്മേളനത്തിൽ ആദ്യം ക്രിസ്തു മതത്തെ പ്രതികരിച്ച് ഫാദർ കോശി പ്രസംഗിച്ചു. പ്രസംഗത്തിലെ തുടക്കം തന്നെ അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും ഒറ്റ ദൈവമേ ഉള്ളൂ, ആ ഒരൊറ്റ ദൈവത്തിന്റെ മക്കളാകുന്നു നമ്മൾ എന്നാണ് അദ്ദേഹത്തിന്റെ പദം. ഇസ്ലാം അങ്ങനെ പറയുന്നില്ല, മക്കൾ എന്ന പ്രയോഗമില്ല. ദൈവത്തിന് മക്കളില്ല, ദൈവത്തിന് മകനില്ല, ദൈവത്തിന് ഭാര്യയില്ല, ദൈവത്തിന് കുഞ്ഞില്ല. അതാണ് ഇസ്ലാം. മക്കളല്ല, ദൈവത്തിന്റെ അടിമകൾ ആണ്. ഞാനത് ക്ലിയർ ചെയ്യുകയും ചെയ്തു. വന്ന് ഞാൻ പറയുന്നത് ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നുണ്ടായിരുന്നത് ഹിന്ദു മത പ്രതിനിധിയായിരുന്ന അശ്വിനി ദേവായിരുന്നു. അദ്ദേഹം ആ പോയിന്റിൽ യോജിച്ചു. 3ാമത്തെ എന്റെ ഊഴമായിരുന്നു. ഞാൻ ചോദിച്ചു, ബഹുമാന്യരെ, ആദരണീയരെ, നിങ്ങളൊക്കെ ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നു, എന്നിട്ട് ആ ദൈവത്തെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയ ദൈവങ്ങളെ ആരാധിക്കുന്നു. ഇതിന്റെ ലോജിക്ക് എന്താണ്? ഇതിന്റെ യുക്തി എന്താണ്? ഇതിൽ പറയുന്ന ധാർമ്മികത എന്താണ്? ഒറ്റ ദൈവമേ ഉള്ളൂ എല്ലാവർക്കും എന്ന് പറയാം, എന്നിട്ട് ആ ദൈവത്തോട് നിങ്ങൾ വെറുതെ ഇരുന്നോളി, ഞങ്ങൾ ഇവരെ ആരാധിച്ചോളാം. ഇത് ശരിയാണോ? ഇത് ബുദ്ധിയാണോ? ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് പറയാം. ലളിതമായ ഒരാള് ഈ പഴയങ്ങാടി ടൗണിൽ രാത്രി പെട്ടുപോയി. അർദ്ധരാത്രി റോഡരികിലെ അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്, ബസ് സ്റ്റാൻഡിന്റെ ചാരത്ത്. ഒരുപാട് വാഹനങ്ങൾക്ക് അയാൾ കൈ കാണിച്ചു, ഒറ്റ വണ്ടി നിർത്തിയില്ല. ലാസ്റ്റ് ഒരു കാറ് ഒരു യുവാവ് ഓടിച്ചിങ്ങനെ വരികയാണ്. അയാൾ കൈ കാണിച്ചപ്പോൾ തിരക്കടില്ല, ഒരു മാന്യനാണ്, കുഴപ്പമില്ല എന്ന് തോന്നി നിർത്തി. ശരി, നിങ്ങൾ അങ്ങോട്ടാ, ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ്, ദെൻ അതിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞ് അയാളെ കയറ്റി ഇരുത്തി. ശ്രദ്ധിക്കണേ, എന്നിട്ട് തലശ്ശേരിക്കാണ് അവർക്ക് പോകേണ്ടത്. തലശ്ശേരി എത്തി, ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഈ മനുഷ്യനെ അവിടെ ഇറക്കി. അപ്പം അവിടെ കുറെ ടാക്സി ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടേ. ഈ മനുഷ്യൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട്, ശരിക്കും ശ്രദ്ധിക്കണേ, കഷ്ടപ്പെട്ട് നിന്നിടത്ത് നിന്നാണ് ഇയാൾ ഈ മനുഷ്യനെ കൊണ്ടുവരുന്നത്. ഈ ഇറങ്ങിയ മനുഷ്യനുണ്ടല്ലോ, യാത്രക്കാരൻ, അയാൾ ഇറങ്ങിയിട്ട് നേരെ തൊട്ടപ്പുറത്തുള്ള ടാക്സിക്കാരനോട് താങ്ക്സ്, വലിയ ഉപകാരം കേട്ടോ, എന്നെ കൈ കൊടുത്ത് ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ എന്താ ഇവിടെ ഉണ്ടാവുക? നിങ്ങളൊക്കെ പറയും, എന്താ ഉണ്ടാവുക? ആ കാറിൽ കയറ്റിയ ആളുണ്ടല്ലോ, ഈ പഴയങ്ങാടിന്ന്, നന്ദി കേട്ട ബലാല്, ഏയ് എന്റെ ഞാരടാ, ഏയ് ഏയ് എന്തേ അങ്ങനെ. മാത്രമല്ല, ഈ താങ്ക്സ് പറഞ്ഞ് കൈ കൊടുത്തില്ലേ അയാള്, എന്തിനപ്പം എനിക്ക് നന്ദി പറഞ്ഞ്? അതുപോലെയാണ് ദൈവത്തിന്റെ വായു ശ്വസിച്ച്, ദൈവത്തിന്റെ വെള്ളം കുടിച്ച്, അള്ള കൊടുത്ത കൈ കൊണ്ട് പിടിച്ച് മൊയ്തീൻ ശേഖയെ കാക്കണേ, മൊയ്തീൻ ശേഖനെ ഞെട്ടിപ്പോയി. എന്തിനാത്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ, ഗുരുവായൂരപ്പനും ഞെട്ടി. ഇതെന്തിനാത്? ഞാനിവൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? ഒന്നുമില്ല, എനിക്ക് തന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്തോണ്ടാ ഞാൻ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞേ. മനുഷ്യരെ, നന്ദി ആരോടാ കാണിക്കേണ്ടത്? നന്ദി ആരോടാ കാണിക്കേണ്ടത്? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, അല്ലേ? മറന്ന വരികളിൽ അർത്ഥവത്തായൊരു വരിയാണ്. ഇപ്പോഴത്തെ വരി ഏതാ? ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള തരക്കേടില്ലാത്തൊരു കവിത എന്നെനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഏത്? മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. അതിൽ വലിയൊരു അർത്ഥമുണ്ട്. അതിന് മാത്രമല്ല, അതിൽ ഒരു വരി എന്താണെന്നറിയോ? അപ്പോഴും എനിക്ക് ഈ ഹൈവേകൾ ഓർമ്മ വരും. അതിലൊരു വരി എന്താ വെച്ചാൽ, ശീതീകരിച്ച AC കാറിൽ പട്ടിയെ താരാട്ടുപാടുന്ന അമ്മ. ആ കവിഭാവനയാണ്. റോഡരികിൽ മനുഷ്യക്കുഞ്ഞ് യാചിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ പട്ടി താരാട്ടുപാട്ടിന് വിധേയമാകുന്നു കാറിൽ, കുട്ടി റോട്ടിൽ തെണ്ടുന്നു. അത് വല്ലാത്തൊരു വരിയാണ് ആ കവിതയിലെ. ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മെ സൃഷ്ടിച്ച ദൈവ ഏകനാണെന്ന് നമ്മളൊക്കെ പറയുന്നു, എല്ലാവരും. എങ്കിൽ എന്തുകൊണ്ടാ ദൈവത്തെ ആരാധിച്ചുകൂടാ? ആരാ സൂര്യൻ ഉണ്ടാക്കിയ മാധവ? ശ്രീരാമനാണ് മാധവട്ടം പറയോ? ഞാൻ എന്റെ പ്രിയപ്പെട്ടവർ ഭൂരിപക്ഷം എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളാണ്. ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ അവരായിരുന്നു. അവർ നടുവിലാ പറഞ്ഞു. ഞാൻ ഇന്നും ജീവിക്കുന്ന അങ്ങനെ തന്നെ. ഞാൻ പറയുന്നത്, ആരും പറയില്ല ശ്രീരാമനാണ് സൂര്യനെ സൃഷ്ടിച്ചെന്ന് പറയില്ല. കാരണം എന്താ? ബുദ്ധിയുള്ളവർ ആരും പറയില്ല. കാരണം ശ്രീരാമൻ ഉണ്ടാകുന്നതിന് മുമ്പേ സൂര്യനുണ്ട്. ശ്രീരാമന്റെ അമ്മ കൗസല്യ, കൈകേയി, സുമിത്ര, ദശരഥ മഹാരാജാവിന്റെ ഭാര്യമാര് പുത്രകാമേറ്റ് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാനം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും കഴിച്ച് ഗർഭം ധരിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുകയാണ്. അവ ശ്രീരാമൻ ഈ ഭൂമിയിലേക്കാ ജനിച്ചത്. ശ്രീരാമൻ ജനിക്കുമ്പോൾ ഭൂമി ഇവിടെ ഉണ്ട്, ആകാശമുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്, ഗാലക്സികൾ എല്ലാം ഉണ്ട്.
എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പും ഭൂമിയും ആകാശവും ഉണ്ടെങ്കിൽ മാധവ ആരാണ് മാധവ ഈ അനന്തമായ ആകാശമേലാപ്പിനെ സംവിധാനിച്ചത്? അതൊരപാരമായ ചോദ്യമല്ലേ? അല്ലേ? ഒരു ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ആകാശഭൂമികളില്ലേ? ഇല്ലേ? ആരാത് സംവിധാനിച്ചത്? ഒരു റബീഉൽ അവ്വലിലെ 8 എന്ന് ഭൂരിപക്ഷം പറയുന്ന ഒരു തിങ്കളാഴ്ച പ്രഭാതത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ജനിച്ചത്. യേശുക്രിസ്തു അതെ, അവരൊക്കെ ജനിക്കുമ്പോൾ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഉണ്ട്. എങ്കിൽ പറയൂ ജോർജെ, ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ? എന്തിനാണ് ആ ദൈവത്തെ വിട്ട്? ആ ദൈവമാണിതെല്ലാം. നോക്ക്, സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഭൂമിയെ സംവിധാനിച്ച സാക്ഷാൽ ഈശ്വരനെ, ദീപീകനെ അല്ലെ? വേദഗ്രന്ഥം അങ്ങനെയല്ലേ പറയുന്നത്? ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ്. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്കിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എങ്ങനെ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമോ ദേവായ കശ്മൈ ദേവായ അഭിശാവിതേമാം. വല്ലാത്തൊരു വാക്ക്. ഈ ഭൂമിയെ മുഴുവനും, ആകാശഭൂമികളെ, അണ്ടകടാഹങ്ങളെ, ഈ 7-14 ലോകങ്ങളെയും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരനെ ആണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ? ഈ പ്രപഞ്ചം നോക്ക്, സൂര്യൻ എത്ര നാളായി നമുക്ക് പ്രകാശം നൽകുന്നു. ആ സൂര്യനെ സൃഷ്ടിച്ച നാഥനെ ആരാധിക്കാൻ പറഞ്ഞാൽ അതിൽ എന്ത് വർഗീയതയാണുള്ളത്? അതിൽ എന്ത് വിഭാഗീയതയാണുള്ളത്? ലോകത്തിന്റെ തമ്പുരാൻ ഏകം സത് ബഹുദാഭിപ്രാവദന്തി യോ ദേവാ നാം നാമത ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. ഏകനാണ് ദൈവം, പലതില്ല. അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അതായത് ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. അത് അതിന്റെ മേൽവിലാസമാണ്. ആ മേൽവിലാസത്തിൽ ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞ് ഒരു ഇത്ര പോന്ന കനമുള്ള 200 പേജുകൾക്കപ്പുറത്തുള്ള ഒരു പുസ്തകം. അത് എഴുതിയിട്ടുള്ളത് കെ പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഹൈന്ദവ ദാർശനികനാണ്. അതില് ഒന്നോ പലതോ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ 148ാമത്തെ പേജാണ്. അതിന്റെ 3ാമത്തെ പാരഗ്രാഫ് 1-2 വരി. അതിങ്ങനെ, ഹിന്ദുധർമ്മ പരിചയത്തിൽ കെ പരമേശ്വരൻ പിള്ള പറയാൻ, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി യാതൊരു കഴിവും ഇല്ല. ഒരു ദേവിക്ക് ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും സാക്ഷാൽ പടച്ചോൻ കൈ കൊടുക്കണോ? നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. മുസ്ലിങ്ങൾക്കുണ്ടതിൽ ചില പാഠങ്ങൾ, പ്രത്യേകിച്ച് സമസ്തയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അതെന്താ? ഹിന്ദുധർമ്മ പരിചയത്തിൽ പറയുന്നത് എന്താണ്? ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദേവിക്ക് സ്വന്തമായിട്ട് കഴിവില്ല, പടച്ചോൻ കൊടുക്കണോ? ഇതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹ് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല. സ്വഹീഹ് മുസ്ലിമിലത് ഹജ്ജിന്റെ ബാബിൽ അവരുടെ തെൽബിയത്ത്, അബൂജഹലിന്റെ തെൽബിയത്ത്, അബൂലഹബിന്റെ തെൽബിയത്ത്, വലീദ് മുഗീറയുടെ തെൽബിയത്ത്. ആ തെൽബിയത്ത് പറയുന്നത് എന്താണ്? പടച്ചോനെ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല. അടുത്തവരുടെ വാചകം എന്താ അറിയോ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചോനെ വദ്ദിനെ സ്വന്തമായി കഴിവില്ല, സുവാഹിനെ സ്വന്തമായി കഴിവില്ല, യഹൂസിനെ സ്വന്തമായി കഴിവില്ല, യഹൂക്കിനെ സ്വന്തമായി കഴിവില്ല, നസ്റിനെ സ്വന്തമായി കഴിവില്ല, ലാത്ത ഉസ്സ മനാത്ത ഖുബലി, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇവർക്കൊന്നും സ്വന്തമായി കഴിവില്ല. അല്ലാഹുവേ, അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് നീ കൊടുത്തതാണ്, നീ കൊടുക്കാത്തൊരു കഴിവ് അവർക്കില്ല, നീ കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കണേ. ഇത് തെറ്റാണെന്നാ റസൂലുള്ള പറഞ്ഞ്, മുഹമ്മദ് നബി പറഞ്ഞ്. മനസ്സിലായോ? ഇത് തെറ്റല്ല എന്നാണ് സമസ്ത പറഞ്ഞ്. അപ്പൊ നിങ്ങൾ ഇസ്ലാമിലാണോ അല്ല ഇസ്ലാം എന്ന് പുറത്താണോ? പരിശോധിക്കണം നിങ്ങൾ. അതേ നിങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങൾ പരിശോധിക്കണം. എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിക്ക് അള്ളാഹ് കൊടുത്ത കഴിവാണ്, അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ ഇറക്കിയ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തല. ഖുതുബിയത്തെ പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ മരിച്ചുപോയി. അദ്ദേഹം
പാറന്നൂർ പി മൈദീൻ കൊണ്ട് മുസ്ലിം അദ്ദേഹം ഖുത്ബിയത്തിന്റെ 24-25 പേജ് പറയാൻ, മൊയ്തീൻ ഷെയ്ഖ് ഞങ്ങൾ ദൈവമാണ് അദ്ദേഹം എന്ന് ഞങ്ങൾ പറയുന്നില്ല, റബ്ബാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. മൊയ്തീൻ ഷെയ്ഖിന് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ അതിൽ ശിർക്കില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതായിരുന്നു അബൂജഹലും പറഞ്ഞ്. അബൂജഹൽ മുസ്ലിമായിട്ടാ മരിച്ചേ, മുശ്രിക്കായിട്ടാ മരിച്ചേ. എങ്കിൽ അബൂബക്കർ മുശ്രിക്കായിട്ടാ മരിക്കുക. ഈ വിശ്വാസമാണെങ്കിൽ അബ്ദുൽ ഖാദറിന് ഈ വിശ്വാസമുള്ളത്, അബ്ദുൽ ജബ്ബാറിന് ഈ വിശ്വാസമുള്ളത്, എങ്കിലോ മുശ്രിക്കായിട്ട് മരിക്കും. അത് മരിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ മരിക്കരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഇവിടെ നോക്കേ, അള്ളാന്റെ റസൂലിന്റെ ഒരു പ്രത്യേകത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, സഹീഹ് മുസ്ലിമിൽ പറയാണ്, ഇവര് അള്ളാന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്നവർ പറയുമ്പോ, അങ്ങനെ അവർ പറയുമ്പോ എന്നിട്ടവർ ഇല്ലാ ശരീക്കൻ ഹുവ ലക ചംലികുഹു വമാ മലക എന്ന് പറയാൻ നബി അനുവദിച്ചില്ല. നബി പറഞ്ഞു അങ്ങനെ പറയല്ലേ, അത് ശിർക്കാണ്, നിങ്ങൾ അങ്ങനെ പറയരുത്. എങ്ങനെ പറയരുത്? അല്ലാഹ് കൊടുത്ത കഴിവാണ്, അല്ലാണ്ട് അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് ഞങ്ങൾ പറയണില്ല. മൊയ്തീൻ ഷെയ്ഖിനും മമ്പറ നിങ്ങൾക്കും ഉള്ളാളം തങ്ങൾക്കൊന്നും സ്വന്തം കഴിവുണ്ട് ഞങ്ങൾ പറയണില്ല. അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് അവർ സഹായിക്കുന്നതാണ് പറയുന്നത്. അത് തെറ്റില്ല. എങ്കിൽ റസൂല് നുണ പറയോ? റസൂല് വഹാബിയ? റസൂൽ എന്തായി പറഞ്ഞത്? നോക്കൂ, റസൂൽ പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്ക്. റസൂൽ പറയാണ് ഈ സമൂഹത്തോട്, ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖദ് ഖദ്. നബി പറയാൻ, അരുത്, അല്ലാഹ് കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ പറയരുത്, ശിർക്കാണ് ആ വാചകങ്ങൾ പറയരുത്. അങ്ങനെ അല്ലാഹുൽക്ക് ആർക്കും നിങ്ങൾക്കോട് പ്രതികരിക്കാനുള്ള ഒരു കഴിവ് അല്ലാഹ് കൊടുത്തിട്ടില്ല എന്ന് റസൂല് പറയാൻ. അപ്പൊ റസൂല് പറയരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയണില്ല, ഞങ്ങൾ നബീനനുസരിച്ച്. നിങ്ങളോ? അബൂജഹൽ നബി അബൂജഹലിനോട് എന്ത് പറയരുത്? അബൂജഹൽ ഞാൻ പറയും, നീ എന്താക്കും? ഇപ്പതാ പറയുന്ന അബൂബക്കർ, ഞാനും ചെയ്യും, നീ എന്താക്കും? ഞാൻ പറയും, നീ എന്താക്കും? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അബൂജഹലിന്റെ മില്ലത്തിലാണ്, എന്താ കുഴപ്പം? തെളിവാണ്. അബൂജഹലിനോട് നബി പറഞ്ഞു, അല്ലാഹ് കൊടുത്ത കഴിവെന്നാ ചോദിക്കണെന്നുള്ള പൊള്ളവാദാണ്, അത് പറയല്ലേ. അല്ലാഹ് കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കല്ലേ, തെറ്റാണ് എന്ന് അബൂജഹലിനോട് പറഞ്ഞു. അബൂജഹൽ പറഞ്ഞു, നീ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തൂല, ഞാൻ ഇനിയും ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നബി പറയല്ലേ എന്ന് പറഞ്ഞ് പറയാതിരിക്കലാണോ നബി സ്നേഹം? നബി പറയരുതേ എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് നബീനെ ധിക്കരിച്ച അബൂജഹലിന്റെ വഴിയാണോ ശരി? എന്നിട്ടും ചിന്തിക്കാൻ കഴിയില്ലേ? ഇതിൽ കവിഞ്ഞ അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല, മനുഷ്യനാ. അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരികയാണ്. അനുസരിച്ചാൽ നിങ്ങൾക്കും എനിക്കൊക്കെ നന്ന്, ധിക്കരിച്ചാൽ പോയി കാര്യം. ഉറപ്പാണ്, ഖേദിക്കേണ്ടി വരും, തിരിച്ചു മടങ്ങാൻ റിട്ടേൺ ഇല്ല. പടച്ചോൻ മുമ്പിലെത്തും, ഷുവർ. അത് എല്ലാം കൊണ്ടും വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ, ഉറപ്പാണ്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത, നിസ്സാരമായൊരു സൂചിപ്പൊട്ടിന്റെ കാര്യത്തിൽ പോലും കള്ളം പറയാത്ത മുഹമ്മദ് നബിയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ നബി പറഞ്ഞു, മരണത്തിന് ശേഷം ജീവിതമുണ്ട്, ഞങ്ങൾക്കത് മാത്രം മതി, വേറൊന്നും വേണ്ട. ശത്രുക്കൾ മുഴുവനും അദ്ദേഹത്തെ കള്ളം പറയാത്തവെന്ന് വിളിച്ചാൽ ഞങ്ങൾക്കത് മതി, ചിന്തിക്കാൻ ഞങ്ങൾക്കത് മതി. ഈ പഴയങ്ങാടിയിൽ ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പറയാ, എന്റെ മോൻ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അയാളെ ഭാര്യ പറയാ, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അയാളെ കൂടെ ജീവിച്ച മുഴുവൻ സുഹൃത്തുക്കളും പറയാ, അയാൾ കളവ് പറയില്ല. അയാളെ ശത്രുക്കൾ പറയാ, അയാൾ കളവ് പറയില്ല. എങ്കിൽ അയാൾ ഒരു കാര്യം പറഞ്ഞാൽ അച്ചട്ട് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കും, നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പടച്ചോനെ ആരാധിക്കുക എന്നുള്ളതിന് ആർക്കെങ്കിലും വല്ല വിഷമമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നത് മുഹമ്മദ് നബിനെ ആരാധിക്കാനല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകൾ അറിയോ? അപാരമാണ്. എനിക്ക് വല്ലാത്തൊരു മഹാ വ്യക്തിത്വമാണ് അദ്ദേഹം, അപാരമാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കേ, നമ്മുടെ നാടുകളിലൊക്കെ എന്ത് കിട്ടിയാലും അതൊക്കെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് മുതലെടുക്കാനാണല്ലോ ശ്രമം ഉണ്ടാവുക. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചു, ഇബ്രാഹിം മരിച്ചപ്പോൾ ഇബ്രാഹിം ഇങ്ങനെ കയ്യിൽ താങ്ങിയെടുത്തിട്ട് പറഞ്ഞു, മോനെ ഇബ്രാഹിം, നിന്റെ മരണം എന്നിൽ അഗാധമായ വേദന ഉണ്ടാക്കുന്നുണ്ട് മോനെ. പക്ഷേ പടച്ചോൻ ഇഷ്ടപ്പെടാത്തൊന്നും ഞാൻ പറയില്ല കുട്ടി. മോനെ നിന്റെ മരണം എന്നിൽ അപാരമായ വേദന ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊന്നും ഞാൻ പറയില്ല. അന്നൊരു സംഭവം ഉണ്ടായി, കേൾക്കണേ. ഒരു പ്രവാചകന്റെ മകൻ മരിച്ച ദിവസം ഒരു സംഭവം ഉണ്ടായി, സൂര്യഗ്രഹണം. എല്ലാ വിശ്വാസികളും ശരിക്കൊന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അങ്ങനെയാണല്ലോ, ഏത് കാലത്തും അങ്ങനെയാണല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതെന്തെങ്കിലും ഒരു ഇതായിട്ട് അന്ധവിശ്വാസമായിട്ട് വരികയാണ്. അപ്പൊ നാട്ടുകാർ എന്ത് പറഞ്ഞു? മുഹമ്മദ് നബിയുടെ മകൻ ആരാ? മുഹമ്മദ് നബി ആരാ? മുഹമ്മദ് നബിന്റെ മകൻ മരിച്ചുകൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. തീർന്നില്ലേ പൂരം?
മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചത് കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത് എന്നാ പറയുന്നത്. ഇത് കേട്ടാ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? മുഹമ്മദ് നബി ഇങ്ങനെ അണ്ടാ എന്റെ മോൻ മരിച്ചോണ്ടാ കരുതിക്കൊള്ളിയും. സത്യത്തിൽ അങ്ങനെങ്ങാനും പ്രവാചകൻ പറഞ്ഞിരുന്ന ഇന്നത്തെ സമൂഹത്തിൽ നടക്കാൻ പോകുന്നുണ്ടായിരിക്കും എന്നറിയോ? സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം മുൻകൂട്ടി അറിഞ്ഞിട്ട് അന്ന് തങ്ങന്മാരെ തച്ചുള്ളു കൗമ്. എന്നിട്ട് എന്ത് പറയൂ? കണ്ടോ തങ്ങൾ മരിച്ചോണ്ടാ ഗ്രഹണം ഉണ്ടായത്. തങ്ങൾ മുതലാക്കി കേളൂലേ? അള്ളാന്റെ റസൂല് മുജാഹിദായതുകൊണ്ട് മനസ്സിലായി. അന്ന് കേന്ദ്രമില്ല, അന്ന് മക്കയിലൊരു സംഭവമാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് പ്രവാചകനെ ഓടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം ഓടി മിമ്പറിൽ കയറുകയാണ്. ഒരു പ്രവാചകനെ നിങ്ങളൊന്ന് പഠിക്ക്. സ്വന്തം മകൻ ഒന്നര മാറി കൊടുക്കുക, പട്ടിയുടെ പോയിക്കോട്ടെ. അങ്ങനെ യെസ് ഓക്കെ. ഒന്ന് ആലോചിച്ചു നോക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോ വല്ലാത്ത ദുഃഖം ഉണ്ടായത് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചോണ്ടാ സൂര്യഗ്രഹണം ഉണ്ടായത് എന്ന അന്ധവിശ്വാസം ഓൺ ദ സ്പോട്ടിൽ നുള്ളിക്കളഞ്ഞു. അവരെ ഓടി മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ല. സൂര്യനും ചന്ദ്രനും പടച്ചോന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്താണ്. ആലോചിക്കണേ. എന്നിട്ട് പറഞ്ഞു, എന്റെ മകനെ നല്ല ലോകത്താര് മരിച്ചാലും ലോകത്താര് ജനിച്ചാലും സൂര്യന് ഗ്രഹണം ബാധിക്കൂല. ഈ പ്രവാചകനെ എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല? ഇനി കേട്ടോ, സുനാമി ഉണ്ടായി കേരളത്തിൽ. ക്ഷമിക്കണം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. സുനാമി ഉണ്ടായപ്പോൾ കണ്ണൂർ കടപ്പുറത്ത് ഒരു തങ്ങൾ വന്നത്രേ. എന്നിട്ട് അയാള് ഒരു പഴം ഇങ്ങനെ മന്ത്രിച്ചൂതി കടലിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒറ്റേറ്. എന്നിട്ട് സുനാമി ഉണ്ടായില്ല. പിന്നെ 100 സുനാമി ഉണ്ടായി ലോകത്ത്. പിന്നെ കൂടി സുനാമി. വിശക്കുന്ന മനുഷ്യന്റെ കുടലിലേക്ക് എറിയേണ്ട പഴം കടലിലേക്ക് എറിഞ്ഞു. ഇത് പൂവമ്പയോ സാധുവിന്റെ ചെറ്റക്കൂട്ടിൽ കൊണ്ടു കൊടുത്തീനെ ആ കടപ്പുറത്ത്, അതിന്റെ പുണ്യം കിട്ടിയനെ. അന്ധവിശ്വാസമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കേ, ഞാൻ ആലപ്പുഴ പോയി കഴിഞ്ഞ ദിവസം വടുതലയിൽ. അവിടെ ഞാൻ ആലപ്പുഴക്കാരായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു ആൺകുട്ടി ജനിച്ചു. ഒരു ഹിന്ദു കുടുംബത്തിലാണ്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അതെ, മറക്കാൻ കഴിയില്ല ആ സംഭവം. ആ കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിക്ക് പല്ലുണ്ടായിരുന്നു, ആൺകുട്ടിക്ക് പല്ലുണ്ടായിരുന്നു. അച്ഛൻ ആ കുഞ്ഞിനെ കാലു പിടിച്ച് തറക്കടിച്ച് കൊന്നുകളഞ്ഞു. എന്താണെയോ? ഒരു ജ്യോത്സ്യൻ. പോലീസ് പിന്നെ വേട്ടയാടി. ജ്യോത്സ്യൻ പറഞ്ഞത്രേ, ജനിക്കുന്ന ആൺകുട്ടി പല്ലോട് കൂടിയാ ജനിച്ചെങ്കിൽ അച്ഛന്റെ ഘാതകനായിരിക്കുവനേ. ചിന്തിക്കണേ. എന്നിട്ട് ആ കുട്ടീനെ അടിച്ചങ്ങട് കൊന്ന്. ഞാൻ ഈ സംഭവം നടന്നപ്പോ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചതിനെതിരെ. സത്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ചില പെണ്ണുങ്ങൾക്ക് മീശ മുളക്കണത് കാണാം. അതുകൊണ്ട് ഓളെ കാല് പിടിച്ച് തറക്കടിക്കാൻ പറ്റുമോ? ജാണാണ്, ഭാവിയിൽ ആണാകാൻ സാധ്യതയുണ്ട്, കത്തിയെടുക്കാൻ സാധ്യതയുണ്ട്, എന്നെ വെച്ചേക്കൊല്ലാൻ അറിയാൻ പറ്റുമോ? സത്യത്തിൽ എന്താ അവിടെ? മോഡേൺ സയൻസ് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. അതായത് മനുഷ്യ ശരീരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ ഉണ്ടാവും. ചില ഹോർമോണുകൾ ക്രമാതീതമായി ഉണ്ടാവും. ഉദാഹരണത്തിന്, ആണിൻ്റെതായ ഒരു സിറ്റുവേഷൻ ഒരു പെണ്ണിനുണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷ ശരീരത്തിൽ പ്രവർത്തിക്കേണ്ട ഹോർമോൺ ഈ സ്ത്രീയുടെ ശരീരത്തിൽ കൂടുതലാണെന്ന് അതിനർത്ഥമുള്ളൂ. ഒരു പല്ല് അഡ്വാൻസ് ആയി ഉണ്ടായി എന്ന് അതിന്റെ അർത്ഥം എന്താ അറിയോ? 6 മാസം ആകുമ്പോൾ പല്ല് മുളക്കും, 8 മാസം ആകുമ്പോഴേ പല്ല് മുളക്കും. ചിലപ്പോൾ ഒരു കൊല്ലത്തിനിടയിൽ. ഒരു കൊല്ലമൊക്കെ ആകുമ്പോൾ പല്ല് മുളച്ചിൽ ആകെ ആശങ്ക നമുക്ക് വരിക. സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ പല്ല് വളരാൻ ആവശ്യമായ അനുകൂലനങ്ങൾ അഡ്വാൻസ് ആയ ആ കുട്ടിക്കുണ്ടായി എന്നാണ് ഇതിനർത്ഥം. ഒരൊന്നേലില്ല. പക്ഷെ ജ്യോത്സ്യം പറഞ്ഞപ്പോ ചാമ്പിക്കളഞ്ഞു. എല്ലായിടത്തും നടക്കുക. ഞാനിപ്പോ ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ, ഇപ്പൊ രാവിലെ തുടങ്ങല്ലോ സിനിമാ പാട്ട്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് എന്ന് എല്ലാവരോടും പറയാനുള്ളൂ. രാവിലെ കരിമ്പല്ലേ 5:45 എന്താ അടിച്ചുപൊളി. എന്നിട്ട് അതിങ്ങനെ കേട്ടിട്ട് മനുഷ്യൻ രാവിലെ തന്നെ മനുഷ്യൻ എഴുന്നേറ്റ് ആ ബസ്സിലൊക്കെ ആ കാറ്റൊക്കെ കൊണ്ട് മനസ്സൊരു ശാന്തമായി. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിൽ. എന്തൊക്കെയാണ് അവിടെ? അതിങ്ങനെ കണ്ടിട്ട് ബെറുങ്ങലിച്ച് നിൽക്കുകയാണ് ആളുകൾ. അല്ലേ? ഞാൻ ഈ പാട്ട് കേട്ടപ്പോ, ഇതിപ്പോ എനിക്ക് വേണ്ടിയിട്ട് ബസ് ഞാൻ പലപ്പോഴും പറഞ്ഞു നോക്കാറുണ്ട്, സഹോദരാവെന്ന് നിങ്ങളൊറ്റക്കല്ലല്ലോ, ഇവിടെ വല്ലതും ഉണ്ട്, ഒരു പറയട്ടെ, ബാക്കിയുള്ളവർക്കൊക്കെ അത് വേണം എന്നാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാൻ പോകില്ല, നമ്മുടെ ബസ്സല്ല, നമ്മുടെ അധികാരമല്ല, നമ്മുടെ ഒന്നല്ല. അവിടെ നമ്മൾ ക്ഷമിക്കുക. പക്ഷേ ആ പാട്ടിനിടയിൽ ഒരു സിനിമാ പാട്ടിലെ 2 വരി ഞാൻ മനപ്പാടാക്കേണ്ടി വന്നു. എനിക്ക് ഞാൻ അപ്പൊ തന്നെ പഠിച്ചു. അത് പറഞ്ഞു തരുള്ള നിർബന്ധ. അതെന്താ? ഒരു അന്ധവിശ്വാസാണ്. ആ വരി ഇങ്ങനെയാണ്: ഭാഗ്യ നക്ഷത്രങ്ങളെ നമ്മൾ നിർവചിക്കുന്നു ജയവും പരാജയവും എന്നാണ് വരി. ഭാഗ്യ നക്ഷത്രങ്ങളെ നമ്മൾ നിർവചിക്കുന്നു ജയവും പരാജയവും എന്നാണ് അതിന്റെ വരി. സത്യത്തിൽ മഹാ അന്ധവിശ്വാസമാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
ആലോചിച്ചു നോക്കൂ, ഭാഗ്യനക്ഷത്രങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്നത്. അന്ധവിശ്വാസം. നിങ്ങൾ നോക്കി, ആധുനിക സയൻസ് പഠിച്ചിട്ട് നക്ഷത്രങ്ങൾക്ക് നാശമുണ്ട്. നമ്മൾ കാണുന്ന ചില നക്ഷത്രങ്ങൾ എത്രയോ മുമ്പ് നശിച്ചുപോയതാണ്. നശിക്കുന്ന ദൈവാദിയെ, നശിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുകയെ എന്തു വലിയ ദൗർഭാഗ്യമാണ്, എന്തു വലിയ ദൗർഭാഗ്യമാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങൾ നമ്മൾ രക്ഷപ്പെടണം, സ്വതന്ത്രരായി നമ്മൾ മാറണം, ഏക ദൈവത്തിലേക്ക്. നിങ്ങൾ നോക്ക്, പ്രവാചക തിരുമേനി ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നു. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് കുട്ടികൾ പാട്ടുപാടിയപ്പോ പ്രവാചകൻ ഉടനെ ഇടപെട്ടു. കാരണം ആ പാട്ടിന്റെ അർത്ഥം എന്താണ്? ഭാവി കാര്യങ്ങൾ അറിയുന്ന ആളാണ് ഈ പ്രവാചകൻ. നാളെയുടെ കാര്യം, നാളെ എന്ത് നടക്കാനിരിക്കുന്നു, പ്രവാചകൻ ഉടനെ ഇടപെട്ടു. മേലിൽ പാടരുത്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ ആളല്ല, ഞാൻ ഒരു പച്ച മനുഷ്യനാണ്, അള്ളാന്റെ അടിമയാണ്. ഇതാണ്, പടച്ചവന്റെ അടിമയാണ് ഞാൻ. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടൊരു ഏകദൈവാരാധന, ആ ആരാധന സ്വീകരിച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞു ഞാൻ സഹോദരങ്ങളെ വളരെ ഗൗരവമായി ആലോചിക്കുക. ഈ ഏകനായ ദൈവത്തെ നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടാൽ അവൻ നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, അറബ് ജനതയിൽ മദ്യപാനം ഒരു ഖുർആനിക വചനം അവതരിച്ചപ്പോ അവസാനിച്ചു. അവിടെ കുടിക്കുന്ന മുഴുവൻ ആളുകളും അത് നിർത്തി. എന്തേ കാരണം? ഒരൊറ്റ ഖുർആനിക വചനം. ആ വചനം 5-ാം അധ്യായം 90-ാമത്തെ വചനം. മദ്യം ടോട്ടൽ നിങ്ങൾ ഉപേക്ഷിക്കണം, അവോയ്ഡ് ചെയ്യണം എന്നാണ് ഖുർആനിക വചനം. ഈ വചനം ഇറങ്ങുമ്പോ കള്ളുഷാപ്പിൽ ആളുകൾ കള്ളുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്കാരി കോൺട്രാക്ടറായ മഹാനായ സഹാബി അബൂ തല്ലത്തിൽ അൻസാരി അബ്കാരി കോൺട്രാക്ടറായ മദ്യഷാപ്പിൽ അനസ് റളിയല്ലാഹു അൻഹു മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം വിളമ്പാൻ. അപ്പൊ ഒരു കുട്ടി മദ്യം നിരോധിച്ചു എന്നുള്ള ഖുർആനിക വചനം ഇങ്ങനെ കൊണ്ടുപോയപ്പോ ഇയാൾ പറയണം, അബ്കാരി കോൺട്രാക്ടറായ മഹാനായ സഹാബി പറയണം, എന്താണ് ആ ശബ്ദം കേൾക്കുകയെന്ന്. അപ്പൊ അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹു ചെവി കൊടുത്തപ്പോ മദ്യം ഹറാമാക്കി എന്ന വചനമാണ് ഇറങ്ങി. ശരി, ഈ വചനം കേട്ടപ്പോ നേരെ ഓടി വന്നിട്ട് മദ്യം വിളമ്പിക്കൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ ഇതിന്റെ അബ്കാരി കോൺട്രാക്ടർ പറഞ്ഞു, മദ്യം നിരോധിച്ചിട്ട് ഖുർആന്റെ വചനം ഇറങ്ങിയാണ്. ആഹാ, അങ്ങനെ ഉണ്ടോ? അതെ, നാം മഴുങ്കെടുത്തോ. ഈ കള്ള് ഷാപ്പിലെ കള്ളെല്ലാം ഒരൊട്ടകത്തെ മുങ്ങിപ്പോകാൻ മാത്രം കള്ളുണ്ട്. അതെല്ലാം അടിച്ചുടച്ച് തുഫാനാക്കി, എല്ലാം അടിച്ച് മറച്ചു വെച്ചു. എന്നിട്ടോ അവിടെ കള്ളു കുടിച്ചുകൊണ്ടിരുന്നവർ ഓൺ ദ സ്പോട്ടിൽ നിർത്തി. എന്നിട്ട് അവര് വായിലേക്ക് കൈയിട്ട് കഴിച്ച മദ്യം മുഴുവനും ഛർദിച്ചു. ഇത് കഥയല്ല, കെട്ടുകഥയല്ല, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ചരിത്രത്തെ നിലജീവിച്ച പ്രവാചക ചക്രവർത്തി വാർത്ത സമൂഹം. അവർ ചോദിച്ചു, പ്രവാചകരെ, യുദ്ധത്തെ കള്ളുകുടിച്ച് മരിച്ചുപോയവരുണ്ടല്ലോ, അവരെ സ്ഥിതി എന്താണ്? ഡ്രസ്സിൽ മദ്യമായവർ ഡ്രസ്സ് വരെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ് ഇസ്ലാം. നോക്ക്, എന്തേ അവരങ്ങനെ? ഇപ്പൊ ഈ നാട്ടില് കേരളത്തില് മദ്യം നിരോധിച്ചൊന്നൊരു വിധി വന്ന ഇവിടെ എന്തൊക്കെ ഉണ്ടാകാൻ, നിരോധിച്ച മന്ത്രി പറ്റിയെന്ന് തന്നെ തട്ടിപ്പോവും ചിലപ്പോ. അങ്ങനെ വരിക. ഇവിടെ അതല്ല, ഇവിടെ ടോട്ടൽ മെമ്പേഴ്സ് ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് തീരുമാനിച്ചു. എങ്ങനെ സാധിച്ചു ഇത്? എല്ലാരും ചിന്തിക്കണം, ബഡായി പറയുന്നവരൊക്കെ ചിന്തിക്കണം. പി ഗോവിന്ദപിള്ള ഈ അടുത്ത കാലത്ത് മരിച്ചു. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ മഹാപണ്ഡിത കേസരി പി ഗോവിന്ദപിള്ള. മാതൃഭൂമിയിലതാ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കിടക്കണേ. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങൊന്ന് ഒരു മതവിശ്വാസിയല്ല അങ്ങൊന്ന്, പക്ഷേ അങ്ങൊന്ന് ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചാൽ അതേതായിരിക്കും? ഏതെങ്കിലും ഒരു മതം അങ്ങ് സ്വീകരിച്ചാൽ അതെന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞു, പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഞാൻ ഇസ്ലാമായിരിക്കും സ്വീകരിക്കുക. ഞാൻ എന്തായിരിക്കും സ്വീകരിക്കുക? ഇസ്ലാമായിരിക്കും സ്വീകരിക്കുക. വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്തമവും പാരായണ ഗ്രന്ഥവും അത് ഖുർആനാണ് എന്ന് പി ഗോവിന്ദപിള്ള പറയാം. എന്തേ കാരണം? വേശ്യാലയങ്ങളില്ലാത്തൊരു രാജ്യം, പലിശാലയമില്ലാത്തൊരു രാജ്യം, അതിക്രമങ്ങളില്ലാത്തൊരു രാജ്യം, അമുസ്ലിങ്ങൾ ഏറ്റവും സേഫ്റ്റി അനുഭവിച്ച രാജ്യം, പെണ്ണിനേറെ സുരക്ഷിതത്വങ്ങൾ ഉണ്ടായ രാജ്യം, പെണ്ണവരുടെ മാറിടം ഒരാളുടെ മുമ്പിലും പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് മഹത്വം നൽകിയ രാജ്യം, ജനിച്ചു വീഴുന്ന പെൺകുട്ടികളെ കുഴിച്ചു മൂടരുത് എന്ന് പറഞ്ഞ രാജ്യം, ആ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിച്ച് സ്വതന്ത്രമായി വളർന്ന് ഒരു നിയമാവലി. കാരണം 9 മണി
നമ്മുടെ ഇവിടെ സമയം പൂർത്തിയാവുകയാണ്. നമ്മുടെ പെർമിഷന്റെ സമയം ഏറെക്കുറെ 9 മണിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഈ ഒരു അവസ്ഥ ഉണ്ടായത് അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം ബി അന്നല്ലാഹ യറാ, നിന്നെ സൃഷ്ടിച്ച നിന്റെ സിട്ടാവ് നീ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. ആ സിട്ടാവിന്റെ അടുത്താണ് നിനക്ക് ചെല്ലാനുള്ളത്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നീ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും, പടച്ചോനിലേക്ക് നീ മടങ്ങിപ്പോകും. ആ പടച്ചോന്റെ മുമ്പിൽ നീ നിന്റെ ജീവിതത്തെ ബോധിപ്പിക്കേണ്ടി വരും. ഈ ബോധമാണ് അറബ് രാജ്യത്തെ നന്നാക്കി. ഈ ബോധമാണ് ഇസ്ലാമിക ലോകത്തൊക്കെ ഇന്ന് കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാ? സൗദി അറേബ്യയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെയല്ല. ഏത് ദുബായ് അതുപോലെയുള്ള എമിറേറ്റ്സ് അല്ല, കുവൈത്ത് അതുപോലെ ബഹ്റൈന്, ഇതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം കുറഞ്ഞ രാജ്യം, താരതമ്യേന ഏറ്റവും കുറഞ്ഞ രാജ്യം സൗദി അറേബ്യയാണ്. അതെന്തുകൊണ്ടാ? മറ്റു മുസ്ലിം രാജ്യത്തെക്കാളൊക്കെ ഇന്തോനേഷ്യയിലും വൃത്തികേടിന്റെ കൂടാരമാണ്. എന്താ കാരണം? ഇന്തോനേഷ്യയിലും UAE-യിലും ഒക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമല്ല കൃത്യമായി ഫോളോ ചെയ്യുന്നത്. സൗദിയിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്ത്, അഥവാ ഞങ്ങളെ പറ്റി പറയുക സെലഫികൾ എന്നാണ്. ആ സെലഫികളാണ് അവിടെ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് സൗദി അറേബ്യയിൽ എല്ലാറ്റിനും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മെച്ചമുണ്ട്. ലോകത്ത് സാമ്പത്തിക ക്രൈസിസ് നേരിടാത്ത ഒരേ ഒരു രാജ്യം സൗദി അറേബ്യ. സാമ്പത്തിക ക്രൈസിസ് നേരിടാത്ത കാരണം ദൈവത്തിനറിയാം മനുഷ്യൻ എന്താ വേണ്ടത്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞ നിയമം പാലിച്ചു നോക്കി നിങ്ങൾ, ഒരു കുഴപ്പം ഇവിടെ ഉണ്ടാവില്ല. മതം രക്ഷയാവും. അപ്പോൾ മതം ഏറെ രക്ഷയാവും. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം വളരെ നിയമത്തെ പാലിക്കേണ്ടവരാണ് നമ്മൾ. പിന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, ജനങ്ങൾക്ക് വേണ്ടി നല്ലതേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഏറെ പരീക്ഷണങ്ങൾ നേരിട്ടവർ ഞങ്ങളായിരുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് പല നിബന്ധനകളും ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. എനിക്കറിയില്ല എന്തുകൊണ്ട്. നന്മ പറയുന്നിടത്ത് എല്ലാം നിബന്ധനകൾ, ശക്തമായ നിയന്ത്രണങ്ങൾ. എന്തുകൊണ്ട് എന്നെനിക്കൊന്നും അറിയില്ല. പല സന്ദർഭങ്ങളിൽ നമ്മൾ അതിൻ്റെ പേരിൽ വേദനിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ നാടിനെ നന്നാക്കാൻ, ഈ നാട്ടിലെ സമൂഹം നന്നാകാൻ മതം ശരിക്ക് പഠിച്ചേ പറ്റൂ. മതം പഠിക്കാത്തതിൻ്റെ കുഴപ്പം ലോകത്ത് നന്നായുണ്ട്. സുഹൃത്തുക്കളെ, മതം രക്ഷയാണ് എന്നതൊരു മഹത്തായ സംഭവമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. 2 മിനിറ്റ് അധികം എടുത്തുവെങ്കിൽ ക്ഷമ ചോദിച്ചു. ഒരു സുഹൃത്തുക്കളെ, വളരെ പ്രധാനമായ കാര്യമാണ് വരാനിരിക്കുന്ന MSMന്റെ മലപ്പുറത്തെ പ്രോഫ്കോൺ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം മാർച്ച് 8, 9, 10 തീയതികളിൽ. കുട്ടികളെ നന്നാക്കാൻ മൊബൈലുകളുടെ ദൂഷ്യങ്ങളെ, ഇന്റർനെറ്റിന്റെ ദൂഷ്യങ്ങളെ, മീഡിയകളുടെ തിന്മകളെ, അങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. ആ തിന്മകളിൽ നിന്നൊക്കെ മനുഷ്യർ രക്ഷപ്പെടണം. നന്മ നിറഞ്ഞൊരു ജീവിത സരണിയിലേക്ക് നമ്മൾ കടന്നു പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു പക്ഷേ റാഹത്തായിട്ടുണ്ടാവില്ല, എനിക്കും അതെ. സമയത്തിൻ്റെ കുറവ് കൊണ്ട്, നിയമത്തെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായതുകൊണ്ട്, ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും നന്മയും നമ്മൾ എന്നും കാത്തു സൂക്ഷിച്ചവരായതുകൊണ്ട് നമ്മളത് പാലിക്കുന്നു. സഹോദരങ്ങളെ, പിന്നീടൊരിക്കൽ ഇൻഷാ അല്ലാഹ് മാർച്ചിലോ ഏപ്രിലോ ഇതുപോലെ നിങ്ങൾ എന്നെ ക്ഷണിക്കൂ. നമുക്ക് ഇനിയും തുടർന്ന് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ജീവിതത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കണം. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം ഗൗരവമായി ആളുകൾ കാണണം. അങ്ങനെ കണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി എന്താണ് മതം എന്ന് പഠിച്ച്, മതപ്രമാണങ്ങളിൽ നിന്ന് മതം പഠിച്ച് കൃത്യമായി മതമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് പ്രപഞ്ചത്തിൻ്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യവും അസത്യവും വേർതിരിച്ച് സത്യത്തിന്റെ മേഖലയിൽ ജീവിച്ചുറച്ച് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതെല്ലാം നല്ല സംരംഭമായി തീരട്ടെ. ഈ വിഷയം ജനങ്ങൾക്ക് ഉപകാരദായകമായി ഭവിക്കട്ടെ. നന്മയുടെ ലോകത്തേക്ക് യാത്ര ചെയ്യാൻ ഈ സദസ്സ് ഉപകരിക്കുമാറാകട്ടെ. ഈ സമ്മേളനം ഉപകരിക്കുമാറാകട്ടെ. ഇതിന്റെ സംഘാടകർക്ക് അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ദുഷിച്ച് ഈ പ്രസ്ഥാനത്തെയും ആദർശത്തെയും ഈ കൂട്ടായ്മയെയും തെറ്റിദ്ധരിച്ചവർക്ക് അള്ളാഹു നല്ല മനസ്സ് നൽകുമാറാകട്ടെ. തെറ്റിദ്ധരിപ്പിച്ചവർക്ക് അള്ളാഹു നല്ല മനസ്സ് നൽകുമാറാകട്ടെ. അതിൻ്റെ പേരിൽ അന്വേഷിക്കാതെ തെറ്റിദ്ധരിച്ചവർക്കും അള്ളാഹു സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.